ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് ഈ ബൈബിൾ ക്ലാസ്സിൽ ആയിരിക്കുന്ന സഹോദരീ സഹോദരങ്ങൾ, നിങ്ങൾക്കെല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനം അറിയിക്കുകയാണ്. ഒരിക്കൽ കൂടെ ദൈവവചനത്തിന് മുമ്പിലായിരിക്കാൻ ദൈവം തന്ന അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. വെളിപ്പാട് പുസ്തകം 9-ാം അധ്യായത്തിൽ കാണുന്ന 7 കാഹളങ്ങളെക്കുറിച്ചാണ് നാം ഈ ദിവസങ്ങളിൽ ചിന്തിച്ച് പോരുന്നത്. അതിൽ 5-ാമത്തെ കാഹളം ഊതിയപ്പോൾ സംഭവിക്കുന്നതായ കാര്യങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ചിന്തിച്ച് പോരുന്നത്. 9-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം മുതൽ നമുക്കൊന്ന് വായിച്ച് കേൾക്കാം. നെറ്റിയിൽ ദൈവത്തിന്റെ മുദ്രയില്ലാത്ത മനുഷ്യർക്കല്ലാതെ ഭൂമിയിലെ പുല്ലിനും പച്ചയാതിന് ഒന്നിനും യാതൊരു വൃക്ഷത്തിനും കേടുവരുത്തരുത് എന്ന് അതിന് കൽപ്പനയുണ്ടായി. അവരെ കൊല്ലുവാനല്ല, 5 മാസം ദണ്ഡിപ്പിക്കാനത്രേ അതിന് അധികാരം ലഭിച്ചത്. അവരുടെ വേദന തേൽ മനുഷ്യന് കുത്തുമ്പോൾ ഉള്ള വേദന പോലെ തന്നെ. ആ കാലത്ത് മനുഷ്യർ മരണം അന്വേഷിക്കും, കാണുകയില്ലതാനും. മരിപ്പാൻ കൊതിക്കും, മരണം അവരെ വിട്ട് ഓടിപ്പോകും. വെട്ടുക്കിളിയുടെ രൂപം യുദ്ധത്തിന് ചമയിച്ച കുതിരയ്ക്ക് സമം. തലയിൽ പൊൻകിരീടം ഉള്ളതുപോലെയും മുഖം മാനുഷമുഖം പോലെയുമായിരുന്നു. സ്ത്രീകളുടെ മുടി പോലെ അതിന് മുടിയുണ്ട്. പല്ല് സിംഹത്തിന്റെ പല്ല് പോലെ ആയിരുന്നു. ഇരുമ്പ് കവചം പോലെ കവചമുണ്ട്. ചിറകിന്റെ ഒച്ച പടയ്ക്ക് ഓടുന്ന അനേകം കുതിരത്തേരുകളുടെ ഒച്ച പോലെ ആയിരുന്നു. തേളിനുള്ളതുപോലെ വാലും വിഷമുള്ളുമുണ്ട്. മനുഷ്യരെ 5 മാസം ഉപദ്രവിപ്പാൻ അതിനുള്ള ശക്തി വാലിലായിരുന്നു. അഗാധ ദൂതൻ അതിന് രാജാവായിരുന്നു. അവന് എബ്രായ ഭാഷയിൽ അബദ്ദോൻ എന്നും യവന ഭാഷയിൽ അപ്പുല്ലുവോൻ എന്നും പേർ. ഒരു വാക്കൂടെ പ്രാർത്ഥിക്കാം. സ്നേഹനിധിയായ ദൈവമേ, കരുണയുള്ള കർത്താവേ, അവിടുത്തെ തിരുസന്നിധിയിൽ അടിയങ്ങളെ താഴ്ത്തുന്നു, അടിയങ്ങളെ വിനയപ്പെടുത്തുന്നു. ഇന്നത്തെ ഈ ബൈബിൾ ക്ലാസ്സിൻ്റെ മുഴുവൻ നിയന്ത്രണങ്ങളും അവിടുന്ന് തന്നെ ഏറ്റെടുത്ത് ഞങ്ങൾക്ക് ആവശ്യമുള്ള ആലോചന അവിടുത്തെ തിരുവചനത്തിലൂടെ പകർന്ന് നൽകി തരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനത്താൽ ആശ്വാസം പ്രാപിച്ച് ശുദ്ധീകരണം പ്രാപിച്ച് ബലപ്പെട്ട് എഴുന്നേൽക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. എല്ലാ മഹത്വത്തോടുന്ന് മാത്രം എടുക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണം പിതാവേ, ആമേൻ. 9-ാം അധ്യായത്തിൽ 5-ാമത്തെ ദൂതൻ കാഹളം ഊതിയപ്പോൾ ആകാശത്തു നിന്നൊരു നക്ഷത്രം ഭൂമിയിൽ വീണ് കിടക്കുന്നത് കണ്ടു. അതിന് അഗാധകൂപത്തിൻ്റെ താക്കോൽ ലഭിച്ചു. അഗാധകൂപം തുറന്നു. കൂപത്തിൽ നിന്ന് പുക പുറപ്പെട്ടു. കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം നാം ചിന്തിച്ചു പോകുന്നതാണ്. ഇന്ന് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത് ഈ കൂപത്തിലെ പുകയിൽ നിന്ന് പുറപ്പെട്ട വെട്ടുക്കിളിയെക്കുറിച്ചാണ്. കൂപത്തിലെ പുകയിൽ നിന്ന് പുറപ്പെട്ട വെട്ടുക്കിളി. കുറേയേറെ കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ആ വെട്ടുക്കിളിയെക്കുറിച്ച് കുറേ കാര്യങ്ങൾ കാണുന്നു. ഒന്ന്, അതിന് 5 മാസം ദണ്ഡിപ്പിപ്പാനുള്ള അധികാരം ലഭിച്ചു. കൊല്ലാനല്ല 5 മാസം ദണ്ഡിപ്പിപ്പാനുള്ളതായ അധികാരം ലഭിച്ചു എന്ന് പറഞ്ഞാൽ 150 ദിവസം 150 ദിവസം ദണ്ഡിപ്പിപ്പാനുള്ള അധികാരം ലഭിച്ചു. ദൈവം എല്ലാറ്റിനും ഒരു പരിമിതമായ കാലയളവ് നിശ്ചയിച്ചിട്ടുണ്ട്. എല്ലാ കാര്യങ്ങൾക്കും ദൈവത്തിന് ദൈവത്തിൻ്റേതായ ഒരു
ഒരു കാലയളവുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മാത്രമല്ല, കൃത്യ കാലയളവിലേക്കാണ് ദൈവം അധികാരം കൊടുത്തത് എന്ന് പറഞ്ഞാൽ മുഴുവനായും ദൈവത്തിൻ്റെ നിയന്ത്രണത്തിലുള്ളതായ ന്യായവിധിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. മാത്രമല്ല, ഈ ആലങ്കാരികമായിട്ടാണല്ലോ വെളിപ്പാട് പുസ്തകത്തിൽ പല കാര്യങ്ങളും കാണുന്നത്. ആ കാലത്ത് ഈ വെട്ടിക്കിളികൾ ഒരു ദേശത്ത് വന്ന് നശിപ്പിക്കാൻ തുടങ്ങിയാൽ, കൃഷി നശിപ്പിക്കാൻ തുടങ്ങിയാൽ സാധാരണയായി 5 മാസം വരെ അത് നീണ്ടു നിൽക്കാറുണ്ട്. വെട്ടിക്കിളി ഒരു ദേശത്ത് വന്ന് നശീകരണം തുടങ്ങിയാൽ 5 മാസം വരെ അത് നീണ്ടു നിൽക്കാറുണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട്. ഒരു പക്ഷേ ആ ഒരു കാലയളവായിരിക്കാം യോഹന്നാൻ ഇത് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. മറ്റൊന്ന്, തേള് മനുഷ്യനെ കുത്തുന്നത് പോലെയുള്ളതായ വേദന. അവരുടെ വേദന തേൾ മനുഷ്യനെ കുത്തുമ്പോഴുള്ള വേദന പോലെ തോന്നി. ആ കാലത്ത് മനുഷ്യൻ മരണം അന്വേഷിക്കും, കാണുകയില്ല താനും, മരിപ്പാൻ കൊതിക്കും, മരണം അവരെ വിട്ടുപോകും. ഈ തേൾ കുത്തുന്നതായ വേദന പോലെ എന്ന് പറയുമ്പോൾ അതൊരു അതിഭയങ്കരമായ വേദനയായിരിക്കും. പക്ഷേ ഒരിക്കലും തേൾ കുത്തിയാലും മരിക്കുകയില്ല. മരിക്കാനുള്ള വിഷമില്ല, വേദനയുള്ളൂ, മരണമില്ല. വീണ്ടും പറഞ്ഞിരിക്കുന്നത് ഈ വെട്ടുക്കിളിയുടെ രൂപമാണ്. വെട്ടുക്കിളിയുടെ രൂപം യുദ്ധത്തിന് ചമയിച്ച കുതിരയ്ക്ക് സമമെന്ന് പറഞ്ഞിരിക്കുകയാണ്. യുദ്ധത്തിന് ചമയിച്ച കുതിരയ്ക്ക് സമം എന്ന് പറയുമ്പോൾ ഇത് ഒരു മഹായുദ്ധത്തിൻ്റെ സൂചനയാണ്. ഒരു വലിയ യുദ്ധം നടക്കുന്നു എന്നുള്ളതിൻ്റെ സൂചനയായി കാണാം. ഒരു പക്ഷേ വേദപണ്ഡിതന്മാർ, വ്യാഖ്യാതാക്കൾ അനേകരും പറയുന്നത് ഇത് 3-ാം ലോക മഹായുദ്ധത്തെക്കുറിച്ചുള്ള ഒരു പ്രവചനമാണ് എന്നാണ്. 8-ാം വാക്യം നാം കാണുന്നുണ്ട്, സ്ത്രീകളുടെ മുടി പോലെ അതിന് മുടിയുണ്ട്, പല്ല് സിംഹത്തിൻ്റെ പല്ല് പോലെയായിരുന്നു, ഇരുമ്പ് കവചം പോലെ കവചമുണ്ട്, ചിറകിൻ്റെ ഒച്ച പടയ്ക്ക് ഓടുന്ന അനേകം കുതിരത്തേരുകളുടെ ഒച്ച പോലെയായിരുന്നു, തേളിനുള്ളതുപോലെ വാലും വിഷമുള്ളുമുണ്ട്, മനുഷ്യരെ 5 മാസം ഉതിരിപ്പാൻ അതിനുള്ള ശക്തി വാലിൽ ആയിരുന്നു, അഗാധ ദൂതൻ അതിന് രാജാവായിരുന്നു, അവൻ എബ്രായ ഭാഷയിൽ അബദോൻ എന്നും യവന ഭാഷയിൽ അപ്പൊല്ലുവോൻ എന്നും പേര്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഈ സ്ത്രീകളുടെ മുടി പോലെയുള്ളതായ മുടി എന്ന് പറയുമ്പോൾ സ്ത്രീകളുടെ മുടി സൗന്ദര്യത്തിൻ്റെയും ആകർഷണീയതയുടെയും പ്രതീകമായിട്ട് നമ്മൾ ബൈബിളിൽ കാണുന്നുണ്ട്. പ്രത്യേകിച്ച് 1 കൊരിന്ത്യർ ലേഖനം 11-ാം അധ്യായം 15-ാമത്തെ വാക്യമൊക്കെ വായിക്കുമ്പോൾ നമുക്കത് കാണാൻ സാധിക്കും. നമുക്കറിയാവുന്നതായ കാര്യമായതുകൊണ്ട് സ്ത്രീകൾ തലയിൽ മൂടുപടവുന്നതിനെക്കുറിച്ച് പറയുമ്പോഴാണ് സ്ത്രീയുടെ മുടിയെക്കുറിച്ച് അവിടെ നാം പറയുന്നത്. അത് സൗന്ദര്യത്തിൻ്റെയും ആകർഷണത്തിൻ്റെയും ഒക്കെ ഒരു പ്രതീകമായി നാം അവിടെ കാണുന്നുണ്ട്. ഇവിടെ കാണുന്ന സ്ത്രീയുടെ മുടി, സിംഹത്തിൻ്റെ പല്ല്, ഇരുമ്പ് കവചം, തേളിൻ്റെ വാൽ, ഇതെല്ലാം യുദ്ധത്തിൻ്റെ വശീകരണവും ശക്തിയും ഭീകരതയും നാശവുമെല്ലാം ഭയാനകമായിരിക്കും എന്ന് കാണിക്കുകയാണ്. ആകർഷിക്കപ്പെട്ട് വശീകരിക്കപ്പെട്ട് ഈ യുദ്ധത്തിൻ്റെ ഇതിലേക്കൊക്കെ വരുന്നു. അതിൻ്റെ കെടുതികളും ഭീകരതയും പരിണിത ഫലവുമെല്ലാം വളരെ ഭയാനകമാണ് എന്ന് കാണിക്കുന്നതായ പദപ്രയോഗങ്ങളാണ് നാം അവിടെയെല്ലാം കാണുന്നത്. ഇനിയും ഇത് വെച്ചുകൊണ്ട് നാം 3-ാം ലോക മഹായുദ്ധത്തെക്കുറിച്ചുള്ളതായ ബൈബിൾ പ്രവചനങ്ങളിലേക്ക് നാം ഒന്ന് ഓടിച്ചു നോക്കുമ്പോൾ ഇന്നത്തെ ഈ സാഹചര്യങ്ങളുമായി നാം ഒന്ന് തുലനം ചെയ്ത് നോക്കുമ്പോൾ പല കാര്യങ്ങളും
നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. മൂന്നാം ലോക മഹായുദ്ധത്തെക്കുറിച്ച് വ്യക്തമായ ഒരു സൂചന നൽകുന്നതായ വേദഭാഗം എന്ന് പറയുന്നത് യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 38-ാം അധ്യായവും 39-ാം അധ്യായവും ഒക്കെയാണ്. ഈ വേദഭാഗം നാം പഠിക്കുമ്പോൾ യുദ്ധത്തിൽ കക്ഷികളായി നിൽക്കുന്ന തമ്മിൽ എതിർക്കുന്നതായ രാജ്യങ്ങൾ ഏതെല്ലാമായിരിക്കും, യുദ്ധം ഏത് വിധത്തിലായിരിക്കും, യുദ്ധത്തിൻ്റെ ഗതി എങ്ങനെയായിരിക്കും, യുദ്ധത്തിൻ്റെ അവസാനം എങ്ങനെയായിരിക്കും, ഈ കാര്യങ്ങളെല്ലാം ഒന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. നാം പെട്ടെന്നൊന്ന് ഓടിച്ച ആ വിഷയത്തിലേക്കൊന്ന് പോകാൻ ആഗ്രഹിക്കുകയാണ്. 38-ാം അധ്യായം, യെഹെസ്കേൽ 38-ാം അധ്യായം നമുക്കൊന്ന് മറിച്ചെടുക്കാം. യെഹെസ്കേൽ 38-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യവും 7-ാം വാക്യവും നാം നോക്കിയാൽ ഇതിൻ്റെ കക്ഷികൾ ആരൊക്കെയാണ് എന്ന് കാണാൻ സാധിക്കും. നമുക്കതിൻ്റെ 1 മുതലുള്ള ചില വാക്യം ഒന്ന് വായിക്കുക. യെഹെസ്കേൽ 38-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ളതായ ചില വാക്യങ്ങൾ. ഒരു വശത്ത് നിൽക്കുന്ന ശക്തികൾ അതെല്ലാമാണ്. ഈ യുദ്ധത്തിൻ്റെ ഒരു വശത്ത് നിൽക്കുന്ന ശക്തികൾ, കക്ഷികൾ ഏതൊക്കെയായിരിക്കും, ഏതെല്ലാം രാജ്യങ്ങളായിരിക്കും, അതിൻ്റെ മേധാവി ആരായിരിക്കും എന്നീ കാര്യങ്ങൾ ആദ്യത്തെ 7 വാക്യങ്ങളിൽ നാം കാണുന്നുണ്ട്. 8-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ എതിർചേരി നിൽക്കുന്നതായ രാജ്യങ്ങൾ ആരൊക്കെയായിരിക്കും, എവിടെയായിരിക്കും ഈ യുദ്ധം നടക്കുന്ന, യുദ്ധത്തിൻ്റെ കേന്ദ്രസ്ഥാനം, കേന്ദ്രബിന്ദു ഏതായിരിക്കും എന്നീ കാര്യങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇവിടെ കുറേ രാജ്യങ്ങളുടെ പേരുകൾ പറഞ്ഞിരിക്കുന്നു. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്നാൽ, മനുഷ്യപുത്ര, രോസ്, മേശക്, തൂബൽ, ഗോഗ്, പാർസികൾ, കൂശ്യർ, പൂത്യർ, ഗോമര്, തോഗർമഗ്രഹം, ഇങ്ങനെയുള്ളതായ കുറേ പേരുകൾ നാം കാണുന്നുണ്ട്. നാം ഒന്നുകൂടെ ആ പേരുകളിലേക്ക് ഇറങ്ങിച്ചെന്ന് ചിന്തിക്കുമ്പോൾ ഒരു പ്രധാന കക്ഷി എന്ന് പറയുന്നത് റഷ്യയുടെ നേതൃത്വത്തിൽ പ്രധാനമായ ഒരു കക്ഷി റഷ്യയാണ് എന്ന് കാണാൻ സാധിക്കും. റോസ്ലാൻഡ് റഷ്യയാണ്. റോസ് എന്ന് പറയുന്നത് റഷ്യയാണ് കാണിക്കുന്നത്. മേശക് എന്നത് മോസ്കോയാണ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ റഷ്യയുടെ തലസ്ഥാനമാണ് മോസ്കോ. പടിഞ്ഞാറൻ റഷ്യയും കിഴക്കൻ റഷ്യയും ഒരുമിച്ച് ചേർന്ന് പടിഞ്ഞാറൻ റഷ്യയുടെ മേശക്ക് ഇന്നത്തെ റഷ്യയുടെ തലസ്ഥാനമായതായ മോസ്കോയാണ്. അത് പണ്ട് പടിഞ്ഞാറൻ റഷ്യയുടെ തലസ്ഥാനമായിരുന്നു മോസ്കോ. അപ്പോൾ മേശക് എന്ന് പറയുന്നത് റഷ്യയുടെ തലസ്ഥാനമായ മോസ്കോയെ കാണിക്കുന്നു. റോസ് റഷ്യയെ കാണിക്കുന്നു. തൂബൽ എന്ന് പറഞ്ഞ ടുബാസ്കോ അത് കിഴക്കൻ റഷ്യയുടെ തലസ്ഥാനമായിരുന്നു. കിഴക്കൻ റഷ്യയും പടിഞ്ഞാറൻ റഷ്യയും ഒന്നായി ചേർന്ന റഷ്യയുടെ തലസ്ഥാനമായ മോസ്കോയും. ഇവിടെ ഈ റഷ്യയെ ചൂണ്ടിക്കൊണ്ടാണ് ദൈവം പറയുന്നത്, നീ അവർക്ക് മേധാവിയായിരിക്കുക എന്ന് പറഞ്ഞാൽ യുദ്ധത്തിൻ്റെ മേധാവിത്വം റഷ്യക്കാണ് എന്ന് കാണുന്നത്. 7-ാം വാക്യത പറയുന്നത്. വീണ്ടും അതിൻ്റെ 6-ാം വാക്യം നാം നോക്കുമ്പോൾ റഷ്യ ആർക്കൊക്കെ മേധാവിയായിരിക്കുമെന്ന് കാണുന്നു. നീ ഇവർക്ക് മേധാവിയായിരിക്കുന്നു. ആർക്കൊക്കെയാണ് റഷ്യ ആർക്കൊക്കെ മേധാവിയായിരിക്കും? അതിൻ്റെ 6-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. ഇവിടെ റഷ്യയോട് കൂടുന്ന നീ അവർക്ക് മേധാവിയായിരിക്കുക എന്ന് പറഞ്ഞിരിക്കുന്നു. എന്ന് പറയുമ്പോൾ ആർക്കെല്ലാമാണ്? പാർസികൾ,
കൂശ്യർ, പാർസികൾ എന്ന് പറയുന്നത് പേർഷ്യ, ഇന്നത്തെ ഇറാനിയാണ് കാണിക്കുന്നത്. പാർസികൾ എന്ന് പറയുന്നത് ഇന്നത്തെ ഇറാനിയാണ് കാണിക്കുന്നത്, ഇന്നത്തെ ഇറാൻ. കൂശ്യർ എന്ന് പറയുന്നത് കൂശ്യന് തൻ്റെ ത്വക്കും പുള്ളിപ്പുലിക്ക് തൻ്റെ പുള്ളിയും എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഈ കൂശ്യർ എന്ന് പറയുന്നത് എത്യോപ്യയെ കാണിക്കുന്നത്, എത്യോപ്യ. പൂത്തിയർ എന്ന് പറയുന്നത് ലിബിയെ കാണിക്കുന്നത്, ലിബിയ. ഗോമരും അവൻ്റെ എല്ലാ പടക്കൂട്ടങ്ങളും എന്ന് പറയുന്നത് ജർമ്മനിയെയാണ് കാണിക്കുന്നത്, ജർമ്മനിയെ കാണിക്കുന്നു. അതിൻ്റെ എല്ലാ പടക്കൂട്ടങ്ങളും, ജർമ്മനി ഈ ബെർലിൻ മതിലെല്ലാം ഇടിച്ച് ഇന്ന് ഒന്നായി തീർന്നിരിക്കുന്നു, അതിൻ്റെ എല്ലാ പടക്കൂട്ടങ്ങളും, ഗോമരും അവൻ്റെ എല്ലാ പടക്കൂട്ടങ്ങളും ജർമ്മനിയെ കാണിക്കുന്നു. ഈ വടക്കേ അറ്റത്തുള്ള തോഗർമ ഗ്രഹം ടർക്കിയാണ്, ടർക്കിയെ കാണിക്കുന്നു. ഇന്ന് നല്ല സാമ്പത്തിക ഭദ്രതയും സൈനിക ശക്തി, നല്ല പട്ടാള ശക്തിയുമുള്ള ഒരു രാജ്യമാണ് ടർക്കി, നമുക്കറിയാം. മാത്രമല്ല ഇവരുടെ കൂടെ മാഗോഗ് ദേശം കൂടെ വരും, മാഗോഗ് ദേശം കൂടി വരും. പല ജാതികളും നിന്നോടുകൂടെ, പല ജാതികളെയും നിന്നോടുകൂടെ പുറപ്പെടുവിക്കുമാറാക്കും. ഈ മാഗോഗ് ദേശം മംഗോളിയാണ് കാണിക്കുന്നത്, മംഗോളിയൻസ് എന്ന് പറഞ്ഞാൽ ചൈന, ജപ്പാൻ, ഇതെല്ലാം. ചൈന, ജപ്പാൻ, തൈവാൻ, ഇന്ത്യ, ഇങ്ങനെയുള്ളതായ രാജ്യങ്ങളെല്ലാം. ഇനി ഇത് വെച്ചുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഓടിച്ച് പറയുകയാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഗ്രഹിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഇതെല്ലാം വെച്ചുകൊണ്ട് നാം ചിന്തിച്ചു കഴിഞ്ഞാൽ, ഇതൊക്കെ വെച്ചുകൊണ്ട് ഇന്നത്തെ രാഷ്ട്രീയ പശ്ചാത്തലത്തിലേക്കും കൂടെ പോകണം. ഇന്ന് നമ്മളായിരിക്കുന്ന, ഇന്ന് ഇപ്പോൾ സംജാതമായിരിക്കുന്ന രാഷ്ട്രീയ പശ്ചാത്തലത്തിലേക്ക് നാം നോക്കുമ്പോൾ, റഷ്യയും ഇന്ത്യയും ചൈനയും ലോക പോലീസാകാൻ തക്കവണ്ണം വരുന്നതായിട്ടുള്ളതായ കാര്യങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഒരു വലിയ ശക്തിയായി മാറി വന്നിരിക്കുന്നതായ കാഴ്ച നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇനിയും എതിർഭാഗം ആരൊക്കെയാണ്? എട്ടാം വാക്യം മുതൽ വായിക്കുമ്പോൾ ഏതാണ്ട് ഒരു ഭാഗത്ത് നിൽക്കുന്നതായ ശക്തികളെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു. വാസ്തവത്തിൽ ഇന്ന് ആ രാജ്യങ്ങളെല്ലാം ഒരുമിച്ച് കൂടി വന്നിരിക്കുകയാണ്. ഇപ്പോഴത്തെ ഈ പശ്ചാത്തലമെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വീണ്ടും എതിർകക്ഷി ആരെല്ലാമാണ്? 8-ാം വാക്യം മുതൽ. ഏറിയ നാൾ കഴിഞ്ഞിട്ട് നീ സന്ദർശിക്കപ്പെടും. വാളിന് ഒഴിഞ്ഞ് പോകുന്നതും പല ജാതികളിൽ നിന്നും ശേഖരിക്കപ്പെട്ടതുമായ ഒരു രാജ്യത്തിലേക്ക് നീ ഒടുക്കം വന്നു ചേരും. നിരന്തര ശൂന്യമായി കിടന്നിരുന്ന ഇസ്രായേൽ പർവ്വതങ്ങളിൽ തന്നെ. എന്നാൽ അവർ ജാതികളുടെ ഇടയിൽ നിന്ന് വന്ന് എല്ലാവരും നിർഭയമായി വസിക്കും. നീ മഴക്കോൾ പോലെ കയറി വരും. നീ നിന്റെ എല്ലാ പടക്കൂട്ടങ്ങളും നിന്നോടുകൂടെയുള്ള പല ജാതികളും മേഘം പോലെ ദേശത്തെ മൂടും. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, അന്നാളിൽ നിന്റെ ഹൃദയത്തിൽ ചില ആലോചനകൾ തോന്നും. നീ ഒരു ദുരുപായം നിരൂപിക്കും. മതിലില്ലാത്ത ഗ്രാമങ്ങൾ ഉള്ള ദേശത്ത് ഞാൻ ചെല്ലും. കൊള്ളയിടേണ്ടതിനും കവർച്ച ചെയ്യേണ്ടതിനും ശൂന്യമായി കിടന്നിട്ട് വീണ്ടും നിവാസികളുള്ള സ്ഥലങ്ങൾക്ക് നേരെയും ജാതികളുടെ ഇടയിൽ നിന്ന് ശേഖരിക്കപ്പെട്ടും കന്നുകാലികളെയും ധനത്തെയും സമ്പാദിച്ചും ഭൂമിയുടെ മധ്യേ വസിച്ചും ഇരിക്കുന്ന ഒരു ജനത്തിന്റെ നേരെയും കൈ നീട്ടേണ്ടതിനും ഒട്ടൊഴിയാതെ മതിലും ഓടാമ്പലും കതകും കൂടാതെ നിർഭയം വസിച്ച് സ്വൈര്യമായിരിക്കുന്നവരുടെ നേരെയും ഞാൻ ചെല്ലുമെന്നും നീ പറയും. ശെബയും ദദാനും തർശീസ് വർത്തകന്മാരുടെ അതിലെ സകല ബാലസിംഹങ്ങളും നിന്നോട് നീ കൊള്ളയിടുവാനോ വന്നത്, കവർച്ച ചെയ്യുവാനും വെള്ളിയും പൊന്നും എടുത്തുകൊണ്ട് പോകുവാനും കന്നുകാലികളെയും ധനത്തെയും അപഹരിപ്പാനും ഏറ്റവും വലിയ കൊള്ള നടത്തുവാനും ആകുന്നുവോ നീ നിന്റെ സമൂഹത്തെ കൂട്ടിയിരിക്കുന്നത് എന്ന് പറയും. ആകയാൽ മനുഷ്യപുത്ര, നീ പ്രവചിച്ച് ഗോഗിനോട് പറയേണ്ടത്,
യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, എന്റെ ജനമായ ഇസ്രായേൽ നിർഭയമായി വസിക്കുന്ന അന്നാളിൽ നീ ഇത് അറിയുകയില്ലയോ? നീയും നിന്നോടുകൂടെ പല ജാതികളും ഒട്ടൊഴിയാതെ കുതിരപ്പുറത്ത് കയറി ഒരു മഹാസമൂഹവും മഹാസൈന്യവുമായി നിന്റെ ദിക്കിൽ നിന്ന് വടക്കേ അറ്റത്തു നിന്ന് തന്നെ വരും. ദേശത്തെ മറക്കേണ്ടതിനുള്ള ഒരു മേഘം പോലെ നീ എന്റെ ജനമായ ഇസ്രായേലിന്റെ നേരെ വരും. ഗോഗേ, അന്ത്യകാലത്ത് ജാതികൾ കാണുക ഞാൻ എന്നെ തന്നെ നിങ്ങൾ വിശദീകരിക്കുമ്പോൾ അവർ എന്നെ അറിയേണ്ടതിന് ഞാൻ നിന്നെ എന്റെ ദേശത്തിന്റെ നേരെ വരുത്തും. യഹോവയെ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ നിന്നെ ഇസ്രായേലിന് വിരോധമായി വരുത്തുമെന്ന് അനേകം സംവത്സരങ്ങളായി പ്രവചിച്ചു പോന്ന അവരുടെ പ്രവാചകന്മാരായ എന്റെ ദാസന്മാർ മുഖാന്തരം ഞാനെന്ന് അരുളി ചെയ്തത് നിന്നെ കുറിച്ചല്ലയോ? ഇസ്രായേൽ ദേശത്തിന് വിരോധമായി ഗോഗ് വരുന്ന അന്നാളിൽ മതി കേട്ടു വായിക്കുമ്പോഴും അതിനെ തുടർന്നുള്ളതായ കാര്യങ്ങൾ തന്നെയാണ് നാം കാണുന്നത്. എന്നാൽ ഇന്ന് ഓടിച്ച് തൊട്ടുപോകാൻ വേണ്ടി മാത്രമാണ് ഇന്ന് വായിച്ചത്. എതിർഭാഗത്ത് പ്രധാനമായി നിൽക്കുന്ന രാഷ്ട്രം എന്ന് പറയുന്നത് ഇസ്രായേൽ രാഷ്ട്രമാണ്. ഇസ്രായേലിനോട് ചേർന്ന് വരുന്നതായ രാജ്യങ്ങളെക്കുറിച്ചും ഇവിടെ നാം കാണുന്നുണ്ട്. ദൈവം തൻ്റെ പ്രവാചകന്മാരിൽ കൂടി അരുളി ചെയ്തതായ കാര്യങ്ങൾ അന്ത്യകാലത്ത് ജാതികൾ കാണുക ഞാൻ എന്നെ തന്നെ നിങ്ങൾ വിശുദ്ധീകരിക്കുമ്പോൾ അവർ എന്നെ അറിയേണ്ടതിന് എന്ന് നാം കാണുകയാണ്. ഞാൻ നിന്നെ ഇസ്രായേലിന് വിരോധമായി വരുത്തുമെന്ന് പണ്ടത്തെ കാലത്ത് അനേക സംവത്സരങ്ങളായി പ്രവചിച്ചു പോകുന്ന അവരുടെ പ്രവാചകന്മാരായ എൻ്റെ ദാസന്മാർ മുഖാന്തരം ഞാൻ അന്ന് അരുളി ചെയ്തത് നിന്നെക്കുറിച്ചല്ലയോ? മുൻകൂട്ടി പറഞ്ഞിരിക്കുന്നതായ കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിരിക്കുന്നു. 8-ാം വാക്യം, ഏറിയ നാൾ കഴിഞ്ഞിട്ട് നീ സന്ദർശിക്കപ്പെടും, വാളിന് ഒഴിഞ്ഞു പോകുന്നതും പല ജാതികളിൽ നിന്നും ശേഖരിക്കപ്പെട്ടതുമായ ഒരു രാജ്യത്തിലേക്ക് നീ ഒടുക്കം വന്നു ചേരും. വാളിന് ഒഴിഞ്ഞു പോകുന്നതും പല രാജ്യങ്ങളിൽ നിന്ന് ശേഖരിക്കപ്പെട്ടതുമായ ഒരു ജാതി. നമുക്കറിയാം ഇസ്രായേലിനെ കുറിച്ച് പറയുന്നത്. ഇസ്രായേൽ ചിതറിക്കപ്പെട്ട കാലം AD 70 ഇസ്രായേൽ ചിതറിക്കപ്പെട്ടു. പിന്നീട് എന്തെല്ലാം ഉപദ്രവങ്ങളാണ് ഇസ്രായേലിന് നേരിടേണ്ടി വന്നത്, യഹൂദന്മാർക്ക് സഹിക്കേണ്ടി വന്നത്. എന്നാൽ യഹൂദൻ്റെ ചരിത്രത്തിലേക്ക് നാം ഒന്ന് എത്തി നോക്കുമ്പോൾ യഹൂദൻ ചിതറപ്പെട്ട് ചെന്ന സ്ഥലങ്ങളിലെല്ലാം ഉയർച്ച പ്രാപിച്ചു. ദൈവജനം ചെന്ന സ്ഥലങ്ങളിലെല്ലാം ഉയർച്ച പ്രാപിച്ചു. അവർ ബിസിനസ് ചെയ്തും വ്യാപാരം നടത്തിയും പലിശയ്ക്ക് പണം നൽകിയുമെല്ലാം യഹൂദന്മാർ എല്ലാവരും വലിയ സമ്പന്നരായി മാറി. വർഷങ്ങൾ മുന്നോട്ട് വന്നപ്പോൾ അവരുടെ കയ്യിലെല്ലാം നല്ല പണം, വലിയ സമ്പന്നരായി മാറി യഹൂദന്മാരെല്ലാം. അവർ വിയന്നയിൽ ഒരിക്കലൊരു സമ്മേളനം കൂടുകയുണ്ടായി. വിയന്നയിൽ കൂടിയതായ സമ്മേളനത്തിൽ അവരെല്ലാവരും ഒരുമിച്ച് കൂടി എവിടെയെങ്കിലും സ്ഥലം വാങ്ങി വില കൊടുത്ത്, എല്ലാവരും സമ്പന്നനാണല്ലോ, വില കൊടുത്ത് സ്ഥലം വാങ്ങി പുനരധിവാസിക്കുവാനുള്ളതായ കാര്യങ്ങൾ അവർ ആലോചിച്ചു. അങ്ങനെ ആ വിയന്ന സമ്മേളനത്തിൻ്റെ ആലോചനയെ തുടർന്ന് അവരന്ന് ചിന്തിച്ചത്, നമുക്ക് AD 70 നമ്മുടെ പൂർവികർ വിട്ടേച്ചു പോകുന്നതായ ഇസ്രായേലിൽ ചെന്ന് അവിടെ അന്ന് പാർക്കുന്നതായ പലസ്തീനികളോട് നമുക്ക് ആ സ്ഥലം വിലയ്ക്ക് ചോദിക്കാം. അങ്ങനെ അന്ന് തുർക്കികളുടെ കയ്യിലാണ് ഇസ്രായേൽ ആ രാജ്യമുള്ളത്. പലസ്തീനികളാണ് അവിടെ പാർക്കുന്നത്. അവർ
അന്നത്തെ അവിടുത്തെ ഭരണാധികാരിയായിരുന്ന ഹുസൈൻ ചക്രവർത്തിയുടെ അടുക്കൽ കടന്നു ചെന്നു. ഹുസൈൻ ചക്രവർത്തിയോട് പറഞ്ഞു, ഞങ്ങൾക്ക് ഈ സ്ഥലം നിങ്ങൾ ചോദിക്കുന്ന വില തരാം, എന്ത് വില ചോദിച്ചാലും ഞങ്ങൾ വില തരാം, ഞങ്ങളുടെ രാജ്യം വില വാങ്ങി ഞങ്ങൾക്ക് തിരികെ തരാമോ എന്ന് ചോദിച്ചു. ഹുസൈൻ രാജാവ് പരിഹാസത്തോടെ അവർ നോക്കി. എന്നിട്ട് പറഞ്ഞു, അയ്യോ, നിങ്ങൾ പൈസ ഒന്നും തരണ്ട, നിങ്ങൾക്ക് വെറുതെ ഈ സ്ഥലം ഞങ്ങൾ തരാം. പക്ഷെ ഒരു കാര്യമുണ്ട്, ഒരു വ്യവസ്ഥയുണ്ട്. ഒലൂമലയുടെ താഴെയാണ് ഗലീല കടൽ. നമുക്കറിയാം, ഒലൂമലയുടെ താഴെ ഏതാണ്ട് 700 അടിയോളം ഉയരമുള്ള ഒലൂമലയുടെ താഴെയുള്ള ഗലീല കടൽ. ആ ഗലീല കടലിൽ നിന്ന് ഉത്ഭവിച്ച് ചാവുകടലിലേക്ക് ഒഴുകുന്ന യോർദാൻ നദിയുണ്ട്. ഹുസൈൻ രാജാവ് പറഞ്ഞു, ആ ഗലീല കടലിലെ വെള്ളം യോർദാൻ നദിയിലൂടെ ചാവുകടലിലേക്ക് ഒഴുകുന്നതായ ഗലീല കടലിലെ വെള്ളം എന്നെങ്കിലും ഒരു കാലത്ത് ഒലൂമലയിലേക്ക് ഒഴുകി വന്നാൽ അന്ന് നിങ്ങൾക്ക് ഈ രാജ്യം തരാം എന്ന് പറഞ്ഞ് പരിഹസിച്ചു. ഇത് കേട്ടതായ യഹൂദൻ പറഞ്ഞു, ഗലീല കടലിലെ വെള്ളം 700 അടി ഉയരത്തിലേക്ക് ഒഴുകി ഒലൂമലയിൽ എത്തിയാലേ ഞങ്ങളുടെ രാജ്യം ഞങ്ങൾക്ക് തരൂ എങ്കിൽ ആ വെള്ളത്തെ ഒലൂമലയിലേക്ക് ഒഴുക്കി രാജ്യം ഞങ്ങൾക്ക് തരാൻ ഞങ്ങളുടെ ദൈവത്തിന് കഴിയും. കാരണം പ്രവാചകന്മാരിലൂടെ ഞങ്ങൾക്ക് ദൈവം നൽകിയിട്ടുള്ള വാഗ്ദത്തമാണത്. അവർ അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് അവിടെ നിന്ന് പോകുന്നത്. നമ്മൾ ഓർക്കണം, നിരാശരായിട്ടല്ല യഹൂദൻ ഹുസൈൻ രാജാവിൻ്റെ മുമ്പിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. കാരണം തൻ്റെ പ്രവാചകന്മാരിലൂടെ ദൈവം ഒരു കാര്യം അരുളി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നടക്കുക തന്നെ ചെയ്യും. ഓർക്കണം, ദൈവം നമുക്കൊരു വാഗ്ദത്തം തന്നിട്ടുണ്ടെങ്കിൽ ദൈവം നമുക്ക് തന്നതായ വാഗ്ദത്തം ദൈവം സമയത്ത് നിവർത്തിക്കുക തന്നെ ചെയ്യും. കാലങ്ങൾ പിന്നെയും മുന്നോട്ട് പോയി. രണ്ടാം ലോകമഹായുദ്ധം അതിശക്തമായ യുദ്ധം നടക്കുകയാണ്. യുദ്ധം വളരെ ശക്തമായി മുന്നോട്ട് പോകുമ്പോൾ ഹിറ്റ്ലർക്കെതിരായി സഖ്യകക്ഷികൾ ശക്തിയോടെ യുദ്ധം ചെയ്യുകയാണ്. എന്നാൽ ഹിറ്റ്ലർ വർഷിപ്പിച്ചതായ തീയുണ്ടകൾ സഖ്യകക്ഷികളെ ഭയപ്പെടുത്തി. യുദ്ധത്തിൻ്റെ ഗതിയാകെ മാറി വരുന്നു. യുദ്ധത്തിൽ ഹിറ്റ്ലർ ജയിക്കും എന്ന മട്ടായി ഈ സഖ്യകക്ഷികളുടെ വെടിമരുന്ന്, ഞാൻ കഴിഞ്ഞ ക്ലാസ് സൂചിപ്പിച്ചിരുന്നു, സഖ്യകക്ഷികളുടെ വെടിമരുന്ന് തണുപ്പുള്ളിടത്ത് പ്രവർത്തിക്കുന്നില്ല. അവർ നിസ്സഹായരായി. എന്നാൽ ആ കാലത്ത് ഇംഗ്ലണ്ടിൽ മാഞ്ചസ്റ്റർ യൂണിവേഴ്സിറ്റിയിൽ പ്രൊഫസറായിരുന്ന ചെയിം വൈസ്മാൻ എന്ന ഒരു യഹൂദനായ ഒരു ബയോ കെമിസ്റ്റ് ഉണ്ടായിരുന്നു. ചെയിം വൈസ്മാൻ. അദ്ദേഹം ഏത് കാലാവസ്ഥയിലും മാരക സ്ഫോടനം സൃഷ്ടിക്കുന്ന ഒരു പുതിയ ഫോർമുല തയ്യാറാക്കി. ആ ബയോ കെമിസ്റ്റ് യഹൂദൻ വൈസ്മാൻ മാരകമായ സ്ഫോടനം സൃഷ്ടിക്കുന്നതായ പുതിയ ഫോർമുല തയ്യാറാക്കി. അങ്ങനെയാണ് രണ്ടാം ലോകമഹായുദ്ധത്തിൽ സഖ്യകക്ഷികൾ ജയിക്കുവാനായിട്ട് ഇടയായത്. യുദ്ധം കഴിഞ്ഞു. ബ്രിട്ടൻ ചോദിച്ചു, താങ്കൾ യുദ്ധം ജയിക്കുവാൻ തക്കവണ്ണം സഹായകമായ കണ്ടുപിടുത്തം നടത്തി തന്നു, എന്താണ് താങ്കൾക്ക് ഞങ്ങൾ പ്രതിഫലം നൽകേണ്ടത്?
വൈസ്മൻ പറഞ്ഞു, ആ യഹൂദൻ പറഞ്ഞു, എനിക്ക് പ്രതിഫലമൊന്നും വേണ്ട, എന്നാൽ ഞങ്ങളുടെ പിതാക്കന്മാർ പാർത്ത നാടുണ്ട്, ഞങ്ങളുടെ പിതാക്കന്മാർ പാർത്തതായ ആ നാട്, ഞങ്ങളുടെ രാജ്യം, ഇസ്രായേൽ രാജ്യം ഞങ്ങൾക്ക് മടക്കി തന്നാൽ മതി. അങ്ങനെയാണ് ബാൽഫർ ഡിക്ലറേഷൻ പുറപ്പെടുവിക്കുന്നതും സായിപ്പ് ആ യഹൂദൻ്റെ ആവശ്യം സമ്മതിക്കുകയും ഇസ്രായേൽ അവർക്ക് മടക്കി ലഭിക്കാൻ വേണ്ടതായ ക്രമീകരണങ്ങളൊക്കെ ചെയ്യുകയും ചെയ്യും. അങ്ങനെയാണ് ബ്രിട്ടനിലെ ഏറ്റവും കഴിവുറ്റ ഒരു സൈനിക മേധാവിയായിരുന്ന, ഒരു വിശ്വാസിയായിരുന്ന, പ്രാർത്ഥിക്കുന്ന മനുഷ്യനായ അലൻ വി എന്നയാളെ ആ ചുമതല ഏൽപ്പിച്ചു. ബ്രിട്ടൻ സായിപ്പ് അലൻ വിയെ ആ ചുമതല ഏൽപ്പിച്ചു. ആ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് ആ സൈനിക മേധാവി ആ സ്ഥലത്തേക്ക് പുറപ്പെട്ടു. ഒലുമലയുടെ മുകളിൽ കയറി നിന്ന് ബൈനോക്കുലർ ഉപയോഗിച്ച് മുഴുവൻ നോക്കിക്കണ്ടു, രാജ്യം മുഴുവൻ നോക്കിക്കണ്ടു. ഗലീല കടൽ, യോർദാൻ നദി, യെരുസലേം, ഈ സ്ഥലങ്ങളെല്ലാം ബൈനോക്കുലറിലൂടെ അലൻ വി നോക്കിക്കണ്ടു. അദ്ദേഹത്തിൻ്റെ ഹൃദയം തകർന്നു. വിശ്വാസിയാണ്. തൻ്റെ നാഥനായ ക്രിസ്തു സഞ്ചരിച്ചതായ ആ സ്ഥലങ്ങൾ, കർത്താവ് കുരിശും ചുമന്ന് നടന്നതായ സ്ഥലങ്ങൾ, അതെല്ലാം ബൈനോക്കുലറിലൂടെ നോക്കിക്കണ്ടപ്പോൾ ഈ വിശ്വാസിയായ അലൻ വിയുടെ ഹൃദയം തകർന്നു. അദ്ദേഹം പറഞ്ഞു, എൻ്റെ നാഥൻ കുരിശ് ചുമന്നുകൊണ്ട് നടന്ന് അവിടെ തോക്കും പിടിച്ച് നടക്കുവാൻ എനിക്ക് ധൈര്യമില്ല. അതുകൊണ്ട് അധികാരികൾക്ക് അറിയിപ്പ് കൊടുത്തു, ദയവ് ചെയ്ത് എന്നെ ഈ സ്ഥാനത്തു നിന്നൊന്ന് മാറ്റണം. കൺട്രോൾ റൂമിലേക്ക് അറിയിച്ചു. പക്ഷെ അവർ സമ്മതിച്ചില്ല. അവർ പറഞ്ഞു, സാധ്യമല്ല, യുദ്ധമുഖത്ത് നിന്ന് പിന്മാറാൻ സാധ്യമല്ല. താങ്കൾ ആ ദൗത്യം ഏറ്റെടുത്ത് ചെയ്തേ മതിയാകൂ. അലൻ വി തനിക്കൊരല്പം സമയം, ഒരല്പം സാവകാശം തരണമെന്ന് അപേക്ഷിച്ചു. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളതായ സൈനികരുമെല്ലാം അല്പനാൾ ആ ഒലുമലയിൽ താമസിക്കുവാനും പ്രാർത്ഥിക്കുവാനുമായിട്ട് തീരുമാനിച്ചു. അവിടെ സൈനിക ക്യാമ്പ് സജ്ജീകരിച്ചു. അപ്പോൾ അവിടെ എല്ലാം വേണമല്ലോ, വെള്ളമെല്ലാം വേണമല്ലോ. അതുകൊണ്ട് ജനറേറ്ററുകൾ കൊണ്ടുവന്നു, ടാങ്കുകളെല്ലാം സ്ഥാപിച്ച് ഗലീല കടലിൽ നിന്നും ഘട്ടം ഘട്ടമായി പമ്പ് ചെയ്ത് ധാരാളം വെള്ളം ഒലുമലയുടെ മുകളിൽ എത്തിച്ചു. ഒലുമലയിൽ നിന്നും വെള്ളം, ഗലീല കടലിലെ വെള്ളം ഒലുമലയിലേക്ക് ഒഴുകി. അദ്ദേഹം ഈ യെരുശലേമിന് ചുറ്റും പലസ്തീൻ്റെ ചുറ്റും ഹെലികോപ്റ്റർ കുറുകെ പറപ്പിച്ച് ലഘുലേഖകൾ വിതരണം ചെയ്തു. അവിടെയുള്ളവർക്കെല്ലാം ഹെലികോപ്റ്ററിൽ നിന്ന് ലഘുലേഖകൾ ഇട്ടു. അതിനകത്ത് എഴുതിയത് ഇങ്ങനെയാണ്: ഞങ്ങൾ നിങ്ങളുടെ വഴികൾ മുഴുവൻ അടച്ചിരിക്കുന്നു, കരവഴി പോകരുത്, കടലിലൂടെയും പോകാൻ ശ്രമിക്കരുത്, കരയും കടലും ആകാശവും എല്ലാം ഞങ്ങളുടെ കൈപ്പിടിയിലാണ്, നിങ്ങൾക്ക് മുമ്പിൽ ഒരൊറ്റ വഴിയേ ഉള്ളൂ, കീഴടങ്ങുക, അല്ലെങ്കിൽ നിങ്ങളെ വിടുവിക്കും എന്ന് അലൻ വി ഈ ലഘുലേഖ ഹെലികോപ്റ്ററിൽ ആ പ്രദേശത്ത് മുഴുവൻ വിതറി. മാത്രമല്ല, സഖ്യകക്ഷികളുടെ യുദ്ധവിമാനങ്ങൾ ക്ലോക്ക് വൈസും ആൻറ്റി ക്ലോക്ക് വൈസും എല്ലാം പറന്നു.
ചരിത്രം നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. അവർ കീഴടങ്ങി ആ സ്ഥലങ്ങൾ മുഴുവൻ ബ്രിട്ടൻ്റെ കയ്യിലായി, ബ്രിട്ടൻ്റെ അധികാരത്തിലായി. എന്നാൽ സഖ്യകക്ഷിപ്പെട്ട റഷ്യ എന്ന് പറഞ്ഞു ഇസ്രായേൽ യഹൂദന് കൊടുക്കാനായിട്ട് പാടില്ല. അറബി രാജ്യങ്ങളെല്ലാം എതിർത്തു. ഇസ്രായേൽ യഹൂദന് കൊടുക്കുന്നതിൽ അന്ന് അറബി രാജ്യങ്ങളെല്ലാം എതിർത്തു. ഒടുവിൽ യഹൂദൻ പറഞ്ഞു, ഞങ്ങൾക്ക് വെറുതെ തരണ്ട, ഞങ്ങൾ വിലയ്ക്ക് വാങ്ങിക്കൊള്ളാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒടുവിൽ യഹൂദൻ പണം കൊടുത്ത്, വില കൊടുത്ത് പലസ്തീനികളുടെ കയ്യിൽ നിന്ന് ആ സ്ഥലം വാങ്ങി. അങ്ങനെ കിട്ടിയ സ്ഥലമാണ് ഇന്ന് കാണുന്ന ഇസ്രായേൽ. ഇസ്രായേൽ രാഷ്ട്രം 1948 മെയ് 14 UN തീരുമാനപ്രകാരം ഇസ്രായേൽ ഒരു രാഷ്ട്രമായി മാറി. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. 38-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ 3-ാം ലോകമഹായുദ്ധത്തിൻ്റെ പ്രധാന കേന്ദ്രസ്ഥാനം യെരുശലേം ആയിരിക്കും, ഇസ്രായേൽ ആയിരിക്കും എന്ന് പറഞ്ഞത് അങ്ങനെയാണ്. അവിടെ യഹൂദനെ കുറിച്ച് പറയുമ്പോൾ, ഏറിയ നാൾ കഴിഞ്ഞ് നീ സന്ദർശിക്കപ്പെടും, വാളിനെ ഒഴിഞ്ഞു പോകുന്നതും പല ജാതികളിൽ നിന്നും ശേഖരിക്കപ്പെട്ടതുമായ ഒരു രാജ്യത്തിലേക്ക് നീ ഒടുക്കം വന്നു ചേരും. നിരന്തര ശൂന്യമായി കിടന്നിരുന്ന ഇസ്രായേൽ പർവ്വതങ്ങളിൽ തന്നെ. എന്നാൽ അവർ ജാതികളുടെ ഇടയിൽ നിന്ന് വന്ന് എല്ലാവരും നിർഭയമായി വസിക്കും. അങ്ങനെ നിർഭയമായി വസിക്കുമ്പോൾ സംഭവിക്കുന്നതായ കാര്യങ്ങളെക്കുറിച്ചെല്ലാം കീഴോട്ട് വായിക്കുമ്പോൾ നാം കാണുന്നുണ്ട്. ഞാനതിൻ്റെ വിശദീകരണത്തിലേക്ക് പോകാനായിട്ട് ഇപ്പോൾ ഒട്ടും സമയം എടുക്കുന്നില്ല, ഓടിച്ച് പറയുകയാണ്. ഇസ്രായേൽ പർവ്വത നിരകളായിരിക്കും യുദ്ധം നടക്കുന്നതായ സ്ഥലമെന്നും പ്രധാന കേന്ദ്രസ്ഥാനമെന്നും യുദ്ധത്തിൻ്റെ ലക്ഷ്യം സമ്പത്തായിരിക്കുമെന്നെല്ലാം അതിൻ്റെ 11-ാം വാക്യത്തിൽ നാം കാണുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ യുദ്ധത്തിൽ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നതായ രാജ്യങ്ങൾ ആരെല്ലാമാണെന്നുണ്ട്. യെഹെസ്കേൽ 38-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യം, ശെബയും ദദാനും, നിങ്ങൾ ബൈബിൾ എടുത്ത് നോക്കിയാൽ മതി. യെഹെസ്കേൽ 38-13, ശെബയും ദദാനും തർശീശ് വർത്തകന്മാരും അതിലെ സകല ബാലസിംഹങ്ങളും. ഇവിടെ ശെബ ദദാൻ എന്ന് പറയുന്നത് മിഡിൽ ഈസ്റ്റിലെ 2 ചെറിയ രാജ്യങ്ങളാണ്. യമനും ഏദനുമാണ് ശെബയും ദദാനും എന്ന് പറയുന്നത്. മിഡിൽ ഈസ്റ്റിലെ 2 ചെറിയ രാജ്യങ്ങളായ യമനും ഏദനും. തർശീഷ് എന്ന് പറയുന്നത് ബ്രിട്ടനാണ്. തർശീഷ് ബ്രിട്ടനാണ്. തർശീഷ് വർത്തകന്മാർ എന്ന് പറയുന്നത് ബ്രിട്ടൻ ഉൾപ്പെടുന്നതായ യൂറോപ്യൻ യൂണിയനെ കാണിക്കുന്നു. തർശീഷ് വർത്തകന്മാർ ബ്രിട്ടൻ ഉൾപ്പെടുന്ന യൂറോപ്യൻ യൂണിയനെ കാണിക്കുന്നു. അതിലെ ബാലസിംഹങ്ങൾ കീഴ്വായിക്കുള്ള കാണുന്നുണ്ട്. ശെബയും ദദാനും തർശീശ് വർത്തകന്മാരും അതിലെ സകല ബാലസിംഹങ്ങളും. അതിലെ ബാലസിംഹങ്ങൾ എന്ന് പറയുന്നതാണ് അമേരിക്ക, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് തുടങ്ങിയ ഇംഗ്ലീഷ് സംസാരിക്കുന്നതായ രാജ്യങ്ങൾ. ബ്രിട്ടൻ്റെ ഭാഷ ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കുന്നതായ രാജ്യങ്ങളാണ് അതിലെ സകല ബാലസിംഹങ്ങളും എന്ന് പറയുന്നത്. ഇത്രയും രാജ്യങ്ങളായിരിക്കും ഇസ്രായേലിനോട് ചേർന്ന് ഈ യുദ്ധത്തിൽ നിൽക്കുന്നതായ രാജ്യങ്ങൾ. വീണ്ടും ഈ യുദ്ധം എങ്ങനെയായിരിക്കും, യുദ്ധത്തിൻ്റെ ഗതി എന്തായിരിക്കും എന്ന് പറയുന്നുണ്ട്. ഒരു വ്യോമയുദ്ധമായിരിക്കുമെന്ന് 38-9 നാം കാണുന്നുണ്ട്. 9 സൈന്യങ്ങൾ എങ്ങനെയാണ് വരുന്നത്? നീ മഴക്കോൾ പോലെ കയറി വരും, നീയും നിൻ്റെ എല്ലാ പടക്കൂട്ടങ്ങളും നിന്നോടുകൂടിയുള്ള പല ജാതികളും മേഘം പോലെ ദേശത്തെ മൂടും. ഈ യുദ്ധവിമാനങ്ങളുടെ എല്ലാം നിറം മഴക്കാറിൻ്റെ നിറമാണ്. മഴക്കാറിൻ്റെ നിറം. കൂട്ടത്തോടെ യുദ്ധവിമാനങ്ങൾ വരുമ്പോൾ മഴക്കോൾ കയറി വരുന്നത് പോലെ ഒരു വ്യോമയുദ്ധമായിരിക്കും നടക്കുന്നത് എന്ന് കാണുന്നു.
അതിൻ്റെ ഗതിയും മുന്നോട്ട് നടക്കുന്നതായ കാര്യങ്ങളുമെല്ലാം അവിടെ നാം വായിക്കുന്നുണ്ട്. മേഘം പോലെ വന്ന് മൂടും, വ്യോമ യുദ്ധമായിരിക്കും, മിസൈലുകളും ഇതൊക്കെ നടക്കുന്നതായ കാര്യങ്ങൾ മാത്രമല്ല, ഒരു ആണവ യുദ്ധമായിരിക്കും സംഭവിക്കുക. ആണവ യുദ്ധം അത് നമുക്ക് മനസ്സിലാകണമെങ്കിൽ 39:12 മുതലുള്ള വാക്യങ്ങൾ വായിക്കണം. യുദ്ധത്തിൻ്റെ പരിണത ഫലത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരു ആണവ യുദ്ധമായിരിക്കും നടക്കുന്നത്. 39:12 മുതൽ, യെഹെസ്കേൽ 39:12 മുതലൊന്ന് വായിക്കാം. ഇസ്രായേൽ ഗ്രഹം അവരെ അടക്കം ചെയ്ത് തീർത്ത് ദേശത്തെ വെടിപ്പാക്കുവാൻ 7 മാസം വേണ്ടിവരും. ദേശത്തിലെ ജനമെല്ലാം കൂടി അവരെ അടക്കം ചെയ്യും. ഞാൻ എന്നെ തന്നെ മഹത്വീകരിക്കുന്ന നാളിൽ അത് അവർക്ക് കീർത്തിയായിരിക്കുമെന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. ദേശമെല്ലാം വെടിപ്പാക്കേണ്ടതിന് അതിൽ ശേഷിച്ച ശവങ്ങളെ അടക്കുവാൻ ദേശത്തിൽ ചുറ്റി സഞ്ചരിക്കുന്ന നിത്യപ്രവർത്തിക്കാരെ നിയമിക്കും. 7 മാസം കഴിഞ്ഞ ശേഷം അവർ പരിശോധന കഴിക്കും. ദേശത്ത് ചുറ്റി സഞ്ചരിക്കുന്നവർ സഞ്ചരിക്കുമ്പോൾ അവരിൽ ഒരുവൻ ഒരു മനുഷ്യാസ്ഥി കണ്ടാൽ അതിനരികെ ഒരു അടയാളം വയ്ക്കും. അടക്കം ചെയ്യുന്നവർ അത് ഹാമോൻ ഗോഗ് താഴ്വരയിൽ കൊണ്ടുപോയി അടക്കം ചെയ്യും. ഒരു നഗരത്തിന് ഹമോന പുരുഷാരം എന്ന് പേരുണ്ടാകും. ഇങ്ങനെ അവർ ദേശത്തെ വെടിപ്പാക്കും. മൂന്നാം ലോകമഹായുദ്ധം ഒരു ആണവ യുദ്ധമായിരിക്കും. അണുവായുധങ്ങൾ പ്രയോഗിക്കും. യുദ്ധം കഴിഞ്ഞ് ദേശത്തെ ശുദ്ധീകരിക്കുന്നതായ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. ദേശമെല്ലാം വെടിപ്പാക്കേണ്ടതിന് അതിൽ ശേഷിച്ച ശവങ്ങളെ അടക്കുവാൻ ദേശത്തിൽ ചുറ്റി സഞ്ചരിക്കുന്ന നിത്യപ്രവർത്തിക്കാരെ നിയമിക്കും. ദേശം ശുദ്ധീകരിച്ച് പാർപ്പിനാക്കുന്നതിന് വേണ്ടി ജോലിക്കായി ആ ദൗത്യം ചിലരെ ഏൽപ്പിക്കും. 7 മാസം കഴിഞ്ഞ ശേഷം അവർ പരിശോധന കഴിക്കും. പെട്ടെന്ന് നിന്നാൽ സാധ്യമല്ല. കാരണം ആണവ വികിരണം എന്ന് പറയുന്നത് പെട്ടെന്ന് തീരുന്നതല്ല. ഇപ്പോൾ തന്നെ ഇറാൻ്റെ ആണവ കേന്ദ്രം ആക്രമിച്ചു എന്നൊക്കെ കേൾക്കുമ്പോൾ ഭയമാണ് ഉണ്ടാകുന്നത്. കാരണം ആണവ വികിരണം എന്ന് പറയുന്നത് അത് ചെറിയൊരു കാര്യമല്ലത്. 7 മാസം കഴിഞ്ഞാലേ ആ പ്രദേശത്തേക്കെങ്ങും പോകാൻ പറ്റുമെന്ന്. മാത്രമല്ല, നിത്യപ്രവർത്തിക്കാർ, അതിനുവേണ്ടി നിയോഗിക്കപ്പെടുന്നവർ ദേശത്ത് ചുറ്റി സഞ്ചരിക്കുമ്പോൾ ഒരു മനുഷ്യാസ്ഥി കണ്ടാൽ, ഒരു മനുഷ്യൻ്റെ അസ്ഥി, യുദ്ധത്തിൽ കൊല്ലപ്പെട്ടതായ ഒരു ഡെഡ് ബോഡി, അതിൻ്റെ അസ്ഥി കണ്ടാൽ അത് എടുക്കാൻ ശുദ്ധീകരിക്കാൻ പാടില്ല. അവിടെ ഈ അസ്ഥി കാണുന്നിടത്ത് ഒരു അടയാളമിടണം. ഒരു അടയാളമിട്ടിട്ട് അവർ പോകും. മനുഷ്യാസ്ഥി കണ്ടാൽ അതിനരികെ ഒരു അടയാളം വയ്ക്കും. അടക്കം ചെയ്യുന്നവർ വരണം എന്ന് പറഞ്ഞാൽ, ഈ വേലയ്ക്കായി, ഈ ജോലിക്കായി നിയോഗിക്കപ്പെട്ട നിത്യപ്രവർത്തിക്കാർ അവിടെ ചെല്ലുമ്പോൾ അവർ കൈകൊണ്ട് തൊടാൻ പാടില്ല. കാരണം ആണവ വികിരണം ഉണ്ടാകും. അവരുടെ അടയാളം ഇട്ടിട്ട് പോകും. പിന്നീട് അതിനുള്ളതായ പ്രിക്കോഷൻസ്, പ്രത്യേക PPE കിറ്റെല്ലാം ധരിച്ച് ഈ ആണവവികിരണം തടയുന്നതായി പ്രത്യേകിച്ചുള്ളതായ മുൻകരുതലുകളെല്ലാം എടുത്തിട്ടുള്ള ആളുകൾ ചെന്ന് സൂക്ഷ്മതയോടെ അതെടുക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ അപകടമാണ് ആണവ വികിരണം. ഇപ്പോൾ PPE കിറ്റ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാം, കോവിഡ് വന്നതായ കാലത്തൊക്കെ ഉപയോഗിച്ചതായി അത് പകരാതിരിക്കാൻ തക്കമാണ്. അതുപോലെയുള്ളതായ പ്രത്യേകമായ കവചം അണിഞ്ഞ് ചെന്ന് മാത്രമേ അതെടുത്ത് മാറ്റി പ്രത്യേക സ്ഥലത്ത് പ്രത്യേക മുൻകരുതലോടുകൂടെ അത് സംസ്കരിക്കണം. അല്ലെങ്കിൽ അപകടമാണ്. ഞാൻ ഇന്ന് വാക്കുകൾ നിർത്തുകയാണ്. ഞാൻ അല്പം ചരിത്രമൊക്കെ പറഞ്ഞത് ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടാകും എന്തിനാണ് ഇതൊക്കെ വേണ്ടതെന്ന്. കാരണം അല്പം ചിന്തിക്കാനും കാര്യങ്ങൾ ഗ്രഹിക്കാനെന്നൊക്കെ പ്രാപ്തിയുള്ളവർക്ക് ദൈവവചനത്തിൽ ഒന്നുകൂടെ വിശ്വാസം അർപ്പിക്കുവാനും ഇതെല്ലാം നിറവേറി വരുന്നല്ലോ എന്നുള്ളതായി സത്യം മനസ്സിലാക്കുവാനും സഹായകമാണ്
എന്നുള്ളത് കൊണ്ടാണ് അല്പം ചരിത്രത്തിലേക്കൊക്കെ പോയത്. ഞാനും എൻ്റെ പരിമിതമായ അറിവിൽ നിന്നുകൊണ്ടാണ് പറഞ്ഞത്. ഒരുപക്ഷെ എന്നേക്കാൾ ഈ കാര്യങ്ങളെക്കുറിച്ച് അറിവുള്ളവരായിരിക്കാം നിങ്ങൾ പലരും. എന്നാൽ ഒരു കാര്യം നമ്മൾ ഗ്രഹിക്കുക, കാഹളം ഊതിക്കഴിഞ്ഞോ? അഞ്ചാമത്തെ ദൂതൻ്റെ കാഹളം ഊതിക്കഴിഞ്ഞുവോ? ഇപ്പോൾ തൽക്കാലം ഒരുപക്ഷെ മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് നീങ്ങുമോ എന്ന് നാം ഇപ്പോൾ ഇറാനും ഇസ്രായേലും അമേരിക്കയുമായുള്ള യുദ്ധത്തിൽ നാം പലപ്പോഴും ചിന്തിച്ചുവെങ്കിലും പിന്നെയും ദൈവം ദീർഘക്ഷമയോടെ അല്പകാലം കൂടെ നാം എല്ലാം ശരിയായ വിശ്വാസത്തിലേക്ക് വരുവാൻ, ശരിയായൊരു ദൈവകൃപയിലേക്ക് വരുവാൻ, നാം ആരും നശിച്ചു പോകാതിരിക്കാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ ദീർഘക്ഷമയെന്നേ നമുക്ക് പറയാൻ കഴിയുള്ളൂ. നാം മനസ്സിലാക്കണം, നമ്മുടെ കർത്താവ് വരാൻ അധികകാലമില്ല. കഷ്ടം ഒന്ന് കഴിഞ്ഞു, ഇനി 2 കഷ്ടം പിന്നാലെ വരുന്നു. ഈ മൂന്നാം ലോക മഹായുദ്ധം കഴിഞ്ഞാലും കഷ്ടം ഒന്നേ കഴിയുന്നുള്ളൂ. 2 കഷ്ടം പിന്നെയും വരാനിരിക്കുന്നു, ഭയാനകമായത്. എതിർ ക്രിസ്തു രംഗപ്രവേശം ചെയ്യുന്നത് ഈ ഒരു യുദ്ധത്തിൽ കൂടെ ആയിരിക്കാം. ഞാൻ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. പെരിഞ്ചൂളയിലെ പുക, അഗാധകൂപത്തിലെ പുകയിൽ നിന്ന് പുറപ്പെട്ട വെട്ടിക്കിളികളും അതുമൂലം വരുന്നതായ നാശങ്ങളും, പെരിഞ്ചൂളയിൽ നിന്നും പുക പൊങ്ങിക്കഴിഞ്ഞില്ലേ? വെട്ടിക്കിളികൾ പുറപ്പെട്ട് കഴിഞ്ഞില്ലേ? ചിന്തിച്ചു നോക്കണം. ഈ രാജ്യങ്ങളെല്ലാം ദൈവത്തിൻ്റെ വചനം എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് യെഹെസ്കേൽ പ്രവാചകനിലൂടെ പ്രവചിച്ചതായ കാര്യങ്ങൾ എല്ലാം അതുപോലെ തന്നെ വന്നു നിൽക്കുന്നത് നാം കാണുന്നില്ലേ? നമ്മുടെ കർത്താവിത വാതിൽക്കൽ. നാം എന്ത് ചെയ്യണം? നാം അതിവേഗം ഒരുങ്ങുക, മറ്റൊന്നിലേക്ക് നോക്കാതെ എൻ്റെ അവസ്ഥ എന്താകും? എൻ്റെ കർത്താവ് മടങ്ങി വന്നാൽ എൻ്റെ അവസ്ഥ എന്താകും? ഞാൻ ചേർക്കപ്പെടുന്നവരുടെ നിരയിൽ ആയിട്ടുണ്ടോ? നമ്മുടെ തലകൾ വണക്കാം, നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. വിശുദ്ധിയെ തികച്ച് നാം ഒരുങ്ങി നിൽക്കാം. പ്രിയൻ വരുവതിൻ താമസം ഏറെയില്ല. കരുണയുള്ള കർത്താവേ, സ്നേഹനിധിയായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അടിയങ്ങൾക്ക് നൽകിത്തന്ന അനുഗ്രഹിക്കപ്പെട്ട ഈ കൂടിയവനായി നന്ദിയോടെ സ്തോത്രം. കർത്താവേ, ആകാശത്തിലെ പെരിഞ്ഞാറയും കൊക്കുമെല്ലാം തന്നെ മടങ്ങി വരുന്ന കാലം അറിയുന്നു. ഞങ്ങൾ അറിഞ്ഞില്ല എന്ന് വരാനിട വരരുതേ, ഒരുങ്ങിയില്ല എന്ന് വരാനിട വരരുതേ. ഇന്ന് കേട്ടതായ വചനത്തിന് മുമ്പാകെ ഞങ്ങളെ തന്നെ താഴ്ച സമർപ്പിക്കുന്നു. എല്ലാ മഹത്വത്തോട് മാത്രം എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണം പിതാവേ. ആമേൻ.